ഹലോ ഫ്രണ്ട്സ്, ടെക്കോണറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങളിന്ന് വന്നേക്കുന്നത് ഞങ്ങളുടെ DJI OSMO ആക്ഷൻ ക്യാമറയുടെ സെക്കൻഡ് പാർട്ടിലേക്കാണ് ഞങ്ങൾ വന്നേക്കുന്നത്. അത് ഫൈനൽ പാർട്ടിൻ്റെ വീഡിയോ ആയിട്ടാണ് ഞങ്ങളിന്ന് വന്നേക്കുന്നത്. സോ നിങ്ങൾ ഫസ്റ്റ് പാർട്ട് ഇതുവരെ കണ്ടിട്ടില്ലാന്നുണ്ടെങ്കിൽ മുകളിൽ വന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് കയറി കാണുക, എന്നിട്ട് വന്ന് വീഡിയോ കാണാം. ഓൾസോ ഞങ്ങൾ ഇന്നലെ ഒരു ചെറിയൊരു പ്രൊമോ വീഡിയോ ഒക്കെ ഇറക്കിയായിരുന്നു, എല്ലാവരും കണ്ടുവെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ ഓൾ യുവർ സപ്പോർട്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞങ്ങളിന്ന് ഈ ആക്ഷൻ ക്യാമറയിലെ പല പല മോഡുകൾ, കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ പല പല മോഡുകൾ, ഞങ്ങൾ അതിലെടുത്ത ഷോർട്സ് എല്ലാമാണ് നിങ്ങൾ കാണിക്കുന്നത്. എക്സ്ക്ലൂസീവ് വീഡിയോ എൻ്റെ ഷോർട്സ് ആണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഫുൾ വീഡിയോ തന്നെ കാണാം. ഒരുപാട് സമയമൊന്നും ഞങ്ങൾ എടുത്തിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് ഫുൾ വീഡിയോ തന്നെ കണ്ട് സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും ഫീഡ്ബാക്സ് ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ ഓൾ യുവർ സപ്പോർട്ട്. അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ ചാനലിലേക്ക് വന്നെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ ഓൺ ആക്കിയിടാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ നമ്മുടെ ആലുവ പ്രേമം പാലത്തിലാണ്. പ്രേമം പാലം എന്നാണ് ഇപ്പോൾ ഫേമസ്. അപ്പോൾ ഞങ്ങളിവിടെ അക്വഡക്റ്റ് എന്നാണ് പാലത്തിന്മേലാണ് ഞങ്ങളിപ്പോൾ. അപ്പോൾ ഞങ്ങൾ നമ്മുടെ DJI OSMO ആക്ഷൻ്റെ ഒരു എന്താ പറയുക, എല്ലാ ഷോട്ടിലുള്ള വ്യൂസ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ആദ്യം തുടങ്ങുന്നത് ഹൈപ്പർ ലാപ്സിലാണ് ഞങ്ങൾ തുടങ്ങുന്നത്. അപ്പോൾ നമ്മൾ നടന്നു പോകുന്നതിൻ്റെ ആ സ്പീഡിലുള്ള ഷോട്ട് കാര്യങ്ങൾ എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ ഒരു 4K വീഡിയോ, ടൈം ലാപ്സ് വീഡിയോ, സ്ലോ മോഷൻ വീഡിയോ അതിലൊക്കെ ഞങ്ങൾ ചെയ്ത് കാണിച്ചു തരാം എങ്ങനെയുണ്ടെന്നുള്ളത്. 4K ക്വാളിറ്റി വീഡിയോ, 1080 ക്വാളിറ്റി വീഡിയോ എങ്ങനെയുണ്ടെന്ന് കാണിച്ചു തരാം. അപ്പോൾ നടന്നു പോകുന്നതിന് ഇടയ്ക്ക് തന്നെ ഞങ്ങൾ അത് ഷൂട്ട് ചെയ്ത് പോകാം. അപ്പോൾ നോക്കാം. അപ്പോൾ നമുക്കിനി അടുത്തത് റോക്ക് സ്റ്റഡി വെച്ചിട്ട് നമ്മുടെ 4K 60 FPS ഒരു ഷോട്ട് എടുത്ത് നോക്കാം. എങ്ങനെയുണ്ട് നോക്കാം. എൻ്റെ പൊന്നു ടീമേ, എൻ്റെ കൈ എത്ര തവണ അനങ്ങിയിടോ എന്നിട്ടും. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് നോക്കിയറിയാം. ഇപ്പോൾ നമ്മൾ നടക്കണേൽ നമ്മൾ വേറെ എക്സ്റ്റേണൽ ഗിംബലൊന്നും വെക്കാണ്ട് സ്റ്റെബിലൈസേഷൻ ഒന്നും ഇല്ലാണ്ട് നടക്കണം. നിങ്ങൾക്ക് എൻ്റെ കൈ നോക്കിയറിയാം എന്തോരം എന്താ പറയുക ഈ ക്യാമറ കിടന്ന് ഇളകുന്നുണ്ടെന്ന്. പക്ഷേ നിങ്ങൾ ഔട്ട് വീഡിയോ നോക്കിയറിയാം ഒരു ഇളക്കം ഉണ്ടാവില്ല വീഡിയോയിൽ. കാരണം അതാണ് റോക്ക് സ്റ്റഡി എന്ന് പറഞ്ഞാൽ സ്റ്റെബിലൈസേഷൻ്റെ എഫക്റ്റ് എന്ന് പറയുന്നത്. അത്രയും ഒരു കൂൾ എന്താ പറയുക, ഒരു എയറിൽ കൂടെ പറന്ന് പോകണ ആ ഒരു എഫക്റ്റ് ആയിരിക്കും. കണ്ടോ, കൈമ തന്നെ നോക്കിയറിയാം നല്ലോണം കൈ ഇളക്കുന്നുണ്ട്. നമ്മൾ ഓരോ സ്റ്റെപ്പ് വയ്ക്കുമ്പോഴും നമ്മുടെ ബോഡി ഫുൾ അനങ്ങാണ്. ബട്ട് സ്റ്റിൽ ആ ഒരു എഫക്റ്റ് നമുക്ക് ഈ വീഡിയോയിൽ കിട്ടുന്നില്ല എന്ന് നമുക്ക് ഉറപ്പ് വരുത്താം. ഇതിന് ശേഷം ഒന്ന് വീഡിയോ അപ്പോൾ നമുക്കിപ്പോൾ ഈ വീഡിയോ കണ്ടറിയാം അല്ലേ. ഞങ്ങളിപ്പോൾ ഷൂട്ട് ചെയ്യുമ്പോൾ നോക്കാം. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇപ്പോൾ കണ്ടത് 4K വീഡിയോ ആണ്, 60 FPS. നിങ്ങൾ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും എന്തോരം സ്റ്റെബിലൈസ്ഡ് ആണ് വീഡിയോ. അതായത് എൻ്റെ കയ്യിലത്തെ വീഡിയോ അനൂപ് ഷൂട്ട് ചെയ്തും ശരിക്കും ഇതിൽ നിന്നുള്ള ഔട്ടുള്ള വീഡിയോയും കൂടി കണ്ടപ്പോൾ മനസ്സിലായത് നിങ്ങൾക്ക് എന്തോരം സ്റ്റെബിലൈസ്ഡ് ആണ്. അടുത്ത് നമ്മൾ എടുക്കണം സ്ലോ മോഷൻസ് വീഡിയോ ആണ്. ഞാൻ പറഞ്ഞ ഒരു ഏറ്റവും വലിയൊരു ഇതാണ് സ്ലോ മോഷൻ. 8x ഇതിൽ 240 FPS സ്ലോ മോഷൻ വീഡിയോ ആണ് എടുക്കാൻ പോകുന്നത്. റോക്ക് സ്റ്റഡിയാണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. നമ്മൾ പറഞ്ഞു സ്റ്റെബിലൈസേഷൻ ടെക്നോളജി DJIയുടെ. സോ എങ്ങനെ വർക്ക് ചെയ്യാൻ നോക്കാം. നമ്മൾ കാണിക്കാൻ പോകണമെന്ന് വെച്ചാൽ സെയിം ഷോട്ട് തന്നെ നമ്മൾ റോക്ക് സ്റ്റഡി ഓണും റോക്ക് സ്റ്റഡി ഓഫും ആക്കിയിട്ടാണ്. അതായത് ഷേക്ക് ഉണ്ടാവും, ഷേക്ക് ഇല്ലാത്തതായിട്ട് എങ്ങനെ ഉണ്ട് നോക്കാം. രണ്ടുകൂടി കമ്പാരിസൺ ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്കപ്പോൾ അത് ചെയ്ത് നോക്കാം. ഇത് വെച്ചാൽ അപ്പോൾ നമ്മൾ 1080p 60 FPS നമ്മൾ ഷൂട്ട് ചെയ്യണത്.
അപ്പോൾ അതായത് ഞാൻ റെക്കോർഡിംഗ് ഓൺ ആക്കിയിട്ടുണ്ട്. നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഈ കുഴിയിലൂടെയൊക്കെ ഇറങ്ങും. അത് അനൂപ് ഷൂട്ട് ചെയ്യും. അത് അപ്പോൾ എങ്ങനെയുണ്ട് എന്നിട്ട് റോക്ക് സ്റ്റഡി, ഇപ്പോൾ റോക്ക് സ്റ്റഡി ഓണാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്ന ഒരു വാട്ടർ ടെസ്റ്റാണ്, ഒരു അണ്ടർ വാട്ടർ ടെസ്റ്റാണ്. ഞങ്ങൾ ഒരു ട്രിപ്പ് പോയ സമയത്ത് ഞാൻ ഫ്രണ്ട്സൊക്കെ ട്രിപ്പ് പോയ സമയത്ത് എടുത്തൊരു വീഡിയോ ആണ്. കുറച്ച് വീഡിയോസാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. അണ്ടർ വാട്ടർ ടെസ്റ്റ് പെർഫെക്റ്റ് ആണ്. ആക്ഷൻ ക്യാമറ ഒരു കേസിംഗ് ഒന്നും ഇല്ലാണ്ടാണ് ഞങ്ങൾ അണ്ടർ വാട്ടർ ടെസ്റ്റ് നടത്തിയത്. പെർഫെക്റ്റ് ആണ്, വേറെ പ്രശ്നങ്ങളുണ്ട്. കാരണം 11 മീറ്റർ വരെ വാട്ടർ പ്രൂഫാണ്. അത് ഗ്യാരണ്ടി തന്നെയാണ്, ഒരു പ്രശ്നമില്ല. ആ എക്സ്പ്ലോസീവ് സൂപ്പർ വീഡിയോസ് കിട്ടും. അല്ല, ഇതിങ്ങനെ തൂക്കിയിട്ടുണ്ട് നടന്നാൽ മതി. ഇടയ്ക്കൊരു പിടിക്കാക്കിണ്ട്. മുരുക പാർട്ടി കിടുക. ആചാരപടിക്ക് ഇതാ ബെസ്റ്റ്. ഇവന്റെ വാപ്പായ ദുബായിലായിരുന്നു, ഒന്ന് കാണാൻ വന്നതാ. പണിയും കഴിഞ്ഞ് അടുത്ത വിമാനത്തിൽ ബാപ്പാക്ക് ദുബായിക്ക് പോകാനുള്ളതാ. കോളനിന്നല്ല, അവന്റെ ഉമ്മാന്റെ ഗർഭപാത്രത്തിനാണേലും പൊക്കിയിരിക്കും. നീയൊക്കെ അരട്ട അവസരം ഇട്ടുണ്ട് അജന്തയിൽ ആദിഭാവം കണ്ടുകൊണ്ട് നടക്കുന്ന ടൈമിൽ നമ്മൾ ഈ സീം ഇട്ടതാ. നിന്റെയൊക്കെ ഇക്കാനോടൊക്കെ ചോദിച്ചാൽ അറിയാം. ബോൾ ചോദ്യം കിസ്നെ സുപരിധി. പഴയ ബിലാലിന് വേണ്ടിക്ക് മാർക്ക് ചെയ്യാൻ പറ്റാത്ത ഏത് കോളനിയാണ് കൊച്ചിയിലുള്ളത്? അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ DJI OSMO ആക്ഷൻ ക്യാമറയുടെ റിവ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഷൂട്ട് ചെയ്യണതും DJI OSMO ആക്ഷൻ ക്യാമറയിൽ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ക്വാളിറ്റി. അപ്പോൾ ഞങ്ങൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് പറയാനുള്ള. അപ്പോൾ ഇനി വാങ്ങണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഡീറ്റെയിൽസ് ലിങ്ക്സും കാര്യങ്ങളെല്ലാം താഴെ ഇടാം. സോ ബെസ്റ്റ് ക്വാളിറ്റി ക്യാമറയാണ് ബഡ്ജറ്റ് ലെവലിൽ. കമ്പയർഡ് ടു GoPro ഞാൻ എടുത്ത് പറയും. കമ്പയർഡ് ടു GoPro ബഡ്ജറ്റാണ് നിങ്ങൾ നോക്കുന്നത്. ആ ബഡ്ജറ്റിൽ സെയിം എഫക്ട്സും സെയിം കാര്യങ്ങളും 4K ഷൂട്ട് ചെയ്യാൻ അത്രയും എഫക്റ്റാണ് നിങ്ങൾക്ക് കിട്ടുന്നത്, അത്രയും ക്വാളിറ്റിയാണ് കിട്ടുന്നത്. നല്ല ഫോട്ടോസും ഹൈ പിക്സൽ ഫോട്ടോസൊക്കെയാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. സോ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് DJI OSMO ആക്ഷൻ ക്യാമറ എന്തുകൊണ്ടും യൂസ് ചെയ്യാൻ ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യും. ഇറ്റ്സ് പെർഫെക്റ്റ് ക്യാമറ.
അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഞങ്ങളുടെ എല്ലാ വീഡിയോക്കും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. എല്ലാവരും കമൻറ്റ് പറയുക, ഫീഡ്ബാക്കുകൾ ഷെയർ ചെയ്യുക. താങ്ക് യു. സ്റ്റേ സേഫ് എല്ലാവരും. ഹാപ്പി ആയിട്ടിരിക്കുക. താങ്ക് യു.